ഗൈസ്, ഓൾഡ് മണിയാണ് ഫാഷൻ ആസ്തറ്റിക്സിലെ ഗോട്ട് എന്ന് പറയുന്നവരുണ്ട്. മേ ബി അവർ പറയുന്നത് ശരിയായിരിക്കും, കാരണം അത്രത്തോളം ലുക്കാണ് ഓൾഡ് മണി വെയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ എന്താണ് ഓൾഡ് മണി ആസ്തറ്റിക്? പണ്ട് കാലത്ത് റിച്ച് ആയിട്ടുള്ള കുറച്ച് ആളുകൾ വെയർ ചെയ്തിരുന്ന ഒരു ഫാഷൻ ആസ്തറ്റിക്സ് ആണ് ഓൾഡ് മണി എന്ന് പറയുന്നത്. സോ ഓൾഡ് മണിയിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ കളേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ന്യൂട്രൽ കളേഴ്സ് ആണ് ഓൾഡ് മണിയിൽ വരുന്നത്. ഒരുപാട് എടുത്ത് കാണിക്കുന്നതോ ഗ്രാഫിക്സ് ആയിട്ടുള്ളതൊന്നും ഓൾഡ് മണിയിൽ വരുന്നില്ല. രണ്ടാമതായിട്ട് വരുന്നത് ഔട്ട്ഫിറ്റ്സിന്റെ ഫിറ്റിംഗ് ആണ്. ഒരുപാട് ബാഗി ആയിട്ടുള്ളതോ സ്കിന്നി ജീൻസ് ആയിട്ടുള്ളതൊന്നും ഇതിൽ വരുന്നില്ല. പകരം റിലാക്സ്ഡ് ഫിറ്റ് ആണ് ഇതിൽ വരുന്നത്. അതായത് ഒരുപാട് ടൈറ്റുമല്ല, ഒരുപാട് ലൂസുമല്ല. ഇനി ഔട്ട്ഫിറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ടോപ്പ് ആയിട്ട് സ്ട്രൈപ്ഡ് ഷർട്ട്, ലെനൻ ഷർട്ട്, പോളോസ്, ക്ലാസിക് ടീഷർട്ട്സ് ആൻഡ് ലെയറിംഗിനായിട്ട് സ്വെറ്റേഴ്സും യൂസ് ചെയ്യാം. ഇനി ബോട്ടംസിലേക്ക് നോക്കുകയാണെങ്കിൽ ചീനോസ് പാൻസ്, അതുപോലെ ലെനൻ പാൻസ്, ഈ രണ്ട് പാൻറ്റുമേ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നുള്ളൂ. ആൻഡ് ഫുട് വെയറിലേക്ക് നോക്കുകയാണെങ്കിൽ മിനിമൽ ആൻഡ് ക്ലാസിക് ആയിട്ടുള്ള ഫുട് വെയർസ് നോക്കുക. അതായത് വർക്കൊന്നും ഇല്ലാത്ത നല്ല വൈറ്റ് സ്നീക്കേഴ്സും അതുപോലെ തന്നെ ലെതർ പെന്നി ലോഫേഴ്സും, ഓക്സ്ഫോർഡ് ഷൂസുകളും, ലോഫേഴ്സും, ലെതർ സാൻഡൽസും വിയർ ചെയ്യാവുന്നതാണ്. ഇനി ആക്സറീസിലേക്ക് വരികയാണെങ്കിൽ ക്ലാസി ആയിട്ടുള്ള ലെതർ വാച്ചസും, സ്ലീക്ക് ആയിട്ടുള്ള ബെൽറ്റ്, അതുപോലെ തന്നെ സൺഗ്ലാസസ് ഒക്കെയാണ് വരുന്നത്. നിങ്ങൾ ഓൾഡ് മണി വിയർ ചെയ്യുമ്പോൾ നല്ലൊരു ഹെയർ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഫീഡ് ആക്കാത്തുള്ള ഹെയർ സ്റ്റൈൽ നോക്കുക. ലൈക്ക് സൈഡ് പാർട്ട്, മിഡിൽ പാർട്ട്, ദ ഫ്ലോ, ഇങ്ങനെയുള്ള ഹെയർ സ്റ്റൈലൊക്കെ നോക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഓൾഡ് മണി ഔട്ട്ഫിറ്റ്സിന്റെ ചെറിയൊരു ഗൈഡാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. സോ ഈ ഒരു ഔട്ട്ഫിറ്റ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. ഇതുപോലത്തെ മോർ വീഡിയോസിനായിട്ട് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക.